അർത്ഥം വെക്കണ കോലം മൗലവി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അത് അവരുടെ ഈമാനായിരുന്നു എന്ന് പറഞ്ഞു. ആരെ ഈമാന്? അബൂജഹലിന്റെ. അതിനെപ്പറ്റി ഞാൻ ഇവിടുന്ന് അതിന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ, അത് അബൂജഹൽ ഉത്തരം മുട്ടുമ്പോ അതങ്ങനെ പറഞ്ഞതാ. അതവരെ ഈമാനായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ബുഖാരിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഈമാനാണ് എന്നല്ല. പിന്നെ അതാ അവരെ ഈമാന്, അത് ഈമാനല്ല, അതാ അവരെ ഈമാന്. അതേതുപോലെ ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു. കുട്ടികള് പൂയി കൊണ്ട് പിട്ടി വിട്ട പോലെയാണ്. അതാ എന്റെ പിട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒറിജിനൽ കൂട്ടല്ല. ഇതുപോലെ പറഞ്ഞതാ ബുഖാരിയിൽ. അതാ അവരെ ഈമാന്. അതിന് മൗലവി വെച്ച അർത്ഥം എന്താണ്? അതവരുടെ ഈമാനായിരുന്നു. കണ്ടോ, ഞാൻ വെച്ച അർത്ഥത്തിൽ എന്താ തെറ്റ്? ഞാൻ വെച്ച അർത്ഥത്തിൽ എന്താ സുഹൃത്തുക്കളെ തെറ്റ്? നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നതിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരും കിതാബ് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ ഏതെങ്കിലും മുസ്ലിയാരോട് ചോദിച്ചു നോക്കി, ഇനി ബുഖാരി കൊണ്ടുപോവുക. ഈ ബുഖാരി കൊണ്ടുപോയിട്ട് ഈ ഭാഗം കേൾപ്പിച്ചിട്ട് ആ മുസ്ലിയാരെ കൊണ്ടെന്ന് അർത്ഥം വെപ്പിക്കുക. അർത്ഥം വെപ്പിച്ചിട്ട് പേരോട് പറയണ മാതിരി അതാ അവരുടെ ഈമാനേ. അങ്ങനെയാണോ അർത്ഥം? അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാടുപെട്ട് മൂപ്പര് നിന്ന് പ്രസംഗിക്കണോടത്തുനിന്ന് ഒന്ന് കുനിയേണ്ടി വന്നു. അതാ അവരുടെ ഈമാന്. കാരണം പറഞ്ഞിട്ട് അങ്ങനെ ആകണില്ല, അപ്പൊ കാട്ടിയിട്ടാക്കുക. അതാ അവരുടെ ഈമാന്.